ഞാൻ ഈ ലിസ്റ്റ് ഇടാൻ കാരണം ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മെയിൻ കീ പോസ്റ്റുകളിലൊക്കെ ഞങ്ങളെ ആൾക്കാരുള്ളത്. ഇതിലിപ്പം ലോ ആൻഡ് ഓർഡറിലെ ചെയർമാന് പിന്നെ നമ്മളെ ലീഗൽ അഡ്വൈസറാണ്, അത് ഇതിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്ര ആത്മാർത്ഥമായിട്ട് നമ്മളെ ടീം എല്ലാം പണിയെടുത്ത്. കാരണം സംസ്ഥേൻ്റെ പരിപാടിയാണ്, അതിനൊരു കുഴപ്പം വരുന്നത്. കാരണം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ KMCC വിരോധമുള്ള കുറച്ച് പേരുണ്ടായിരുന്നു, ഒരു 5-8 പേര്. ഞാൻ സംഭവം എന്ന് പറഞ്ഞ് നടക്കുന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം സമസ്ത അവർക്ക് വിഷയമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, AP സിലബസ് നടത്തുന്നവനോ പിന്നെ നമ്മളെ മുസാബക്ക പരിപാടിക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്ത ആളുകളൊക്കെയാണ് ഇതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇതിനെപ്പോൾ തുരപ്പ് വെക്കണമെന്ന് പറഞ്ഞിട്ട് ആലിക്കുട്ടി ഉസ്താദിൻ്റെ പേര് വെച്ച് പിന്നെ ഒരു മദ്രസ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അതിൽ ആലിക്കുട്ടി ഉസ്താദിൻ്റെ പേര് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രശ്നമാക്കിയവനാണ് ഈ പോസ്റ്റ് ഇട്ടത്. വലിയ AP കൂടെ നടക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ എന്തോന്നറിയില്ല, ഭയങ്കര സംസ്ഥ സ്നേഹം കൊണ്ട് നടക്കുന്നുണ്ട്. ആ മനുഷ്യനാണ് പിന്നെ എനിക്കെതിരെ എനിക്ക് നല്ല എന്നെ കൊള്ളിച്ചുകൊണ്ട് സംഘടനയ്ക്ക് കൊട്ടിയിട്ട് പോസ്റ്റ് ഇട്ടത്, 8 കാലി മുങ്ങി എന്നൊക്കെ പറയും. ഇതൊക്കെ പറയേണ്ടി വരുന്നത്, ഇത്രയും ആത്മാർത്ഥമായിട്ട് ഊണും ഉറക്കവും ഒഴിച്ചിട്ട് പിന്നെ ഈ സംവിധാനമൊക്കെ ഒരുക്കിയിട്ട് ഒരു ആൾ പോലും, ഇതിൻ്റെ സംഘാടകരുണ്ടല്ലോ, സംഘാടകരൊക്കെ ചെയ്തു പോയി, എല്ലാവരും പോയി. ഒരു ഫോൺ പോലും ചെയ്തിട്ടില്ല എന്നല്ല KMCCൻ്റെ പ്രതിനിധികൾക്ക്. നന്ദി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നമ്മളൊരു വിഭാഗത്തായിട്ടാണ് പോകുന്ന വക്കിൽ നമ്മൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ കോളെങ്കിലും ചെയ്യാമല്ലോ. പിന്നെ ഇത് എന്നോട് ഓരോ ദിവസവും കുട്ടികൾ ഇവരെ പോക്കും ഇവരെ കളിയും ഇവരുടെ ഒരു പിന്നെ ഇതൊക്കെ ആയിട്ടുള്ള പോക്ക് കണ്ടേരം ഓരോരുത്തരും കുട്ടികളൊക്കെ ചോദിച്ചു, എന്താണ് ഇതൊക്കെ ചെയ്യേണ്ടത്, ഇവരെന്താണ് ഇങ്ങനെ ഒരു ഇത് സമസ്തേൻ്റെ പരിപാടിയാണ്, ഇത് വിജയിപ്പിക്കൽ നമ്മളെ കടമയാണ്, ഇതിനൊരു കോട്ടം വരരുത്, ഇതിൽ പിന്നോട്ട് പോകരുത് എന്ന് ഞങ്ങൾ തീർത്ത് പറഞ്ഞ് ഗ്രൗണ്ട് മാറ്റിയതാരാ. ഗ്രൗണ്ട് ആദ്യം ഒരു ഉദ്ദേശിച്ചത് നമ്മൾ സമൂഹം നടന്ന ആ തോട്ടം പോലത്തെ ഒരു സ്ഥലമായിരുന്നു, മരങ്ങളൊക്കെ ഉള്ള ഒരു 10-15 ആൾക്ക് കപ്പാസിറ്റി ഉള്ളത്. ആ ഗ്രൗണ്ട് മാറ്റാൻ മുൻകൈ എടുത്തത് ആരാ? ഞാൻ തന്നെ പറഞ്ഞു അവിടെ നടത്താൻ പറ്റില്ല, 3 ദിവസം ടൈം ഇതാ, നമുക്ക് പറ്റിയ സ്ഥലം കണ്ടെത്താം. അങ്ങനെ നമ്മുടെ പ്രവർത്തകന്മാർ പിന്നെ മുനീറും അതുപോലെ അബൂക്കയും ഷംസൂക്കയും നാസർവിക്കും ഒക്കെ റഹീം ജാശ്ശേരിയും ഒക്കെ ഗ്രൗണ്ടിനായിട്ട് അന്ന് ആ സ്വസംഘം മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങി 4 മണിക്ക് ഇറങ്ങിയിട്ട് നേരെ പോയി ഗ്രൗണ്ടിൽ പോയി, അവിടുത്തെ ഓഫീസിൽ പോയി, അതിന് ബന്ധപ്പെട്ട് അവിടുന്ന് കുറച്ച് നൂലാമാലകളുടെ തടസ്സങ്ങളുണ്ട്. അങ്ങനെ ഞാൻ UT ഖാദർ സാഹിബായിട്ട് ബന്ധപ്പെട്ട് UT ഖാദർ സാഹിബിനെ ഫോളോ ചെയ്ത് അങ്ങനെ അപേക്ഷ ചെയ്ത് അങ്ങനെ ഇവിടെ ജിഫ്രി തങ്ങളോട് ബന്ധപ്പെടാൻ പറഞ്ഞു. കാരണം ഈ ജിഫ്രി തങ്ങൾക്ക് UT ഖാദർ സാഹിബിനെ പരിചയപ്പെടുത്തിയ MK നൗഷാദാണ്. ഇലക്ഷന് മുന്നേ ഞാനാണ് കൂട്ടി വന്ന് ബന്ധപ്പെടുത്തിയൊക്കെ. അവിടെ ഏറ്റവും സംസ്ഥയുടെ ശത്രു UT ഖാദർ സാഹിബായിട്ടായിരുന്നു അവിടുത്തെ SKSF ഒക്കെ കൊണ്ടു നടന്നിരുന്നത്. അതിനൊക്കെ ഒരു മയത്തിലാക്കി കൊടുത്തും ബന്ധപ്പെടുത്തിയതും പിന്നെ ഈ സത്താർ പന്തലൂരിനോടടക്കം അവിടെ വിളിപ്പിച്ചതും സംസാരിപ്പിച്ചതും അവിടുത്തെ SKSF സജീവമായ ഇലക്ഷൻ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ലൊരു ബന്ധം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അന്നത്തെ തങ്ങളെ കല്യാണത്തിന് UT ഖാദർ സാഹിബ് വരുന്നുണ്ട്, അവിടുന്ന് കാണാൻ വരണം വന്നിട്ട് ഇതാക്കണം. ഞാനായിരുന്നു UT ഖാദർ സാഹിബിൻ്റെ ലോക്കൽ കോണ്ടാക്റ്റ്, ഞാനായിരുന്നു റിസീവ് ചെയ്തതും ഗസ്റ്റ് ഹൗസിൽ കൂട്ടിപ്പോയതൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷേ ഇവർ സമർത്ഥമായിട്ട് കാര്യങ്ങളെ നീക്കി മാക്സിമം ഉപയോഗിച്ചു. പക്ഷേ നമുക്ക് സംതൃപ്തിയാണ്. കാരണം നമ്മുടെ ഒരുപാട് ലീഗിൻ്റെ പ്രവർത്തകന്മാർ വരിക. കാരണം ഇതിൽ വരുന്നത് 75-80% ലീഗുകാരാണ്. അവർ ചോദിക്കും, നിങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കരുത് എന്നുള്ളൊരു വാശി. അതിനൊരു കുറവുണ്ടാകാൻ പാടില്ലായിരുന്നു. ഞങ്ങൾക്കറിയാം ഇതിൻ്റെ അവഗണനകളും എത്രത്തോളം പോകും. അവിടെ പരിപാടി നടത്തിയ ഹോട്ടലിനല്ലോ അതിൻ്റെ എല്ലാം ഹോട്ടലും ബില്ലെല്ലാം വരുന്നുണ്ട്, കോമഡിയാണ്, എല്ലാം ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയി. നല്ല വൃത്തിയിലുള്ള ബില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സംഘാടകർ പൈസ ലാഭാവെന്ന് വെച്ചിട്ടാണ് അങ്ങോട്ടേക്ക് ചാടിയത്. നല്ലൊരു സൗകര്യത്തോടെ ശാബ്ദങ്ങൾ സെൻറ്ററിൽ 30 റൂം തരാം, പിന്നെ ഹാള് ഫ്രീ, താഴെ പള്ളിയുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, എല്ലാ ഭക്ഷണവും റൂമും ഹോളും എല്ലാ സൗകര്യങ്ങളും വിത്ത് ട്രാൻസ്പോർട്ടും ഞങ്ങൾ ഓഫർ ചെയ്തതാണ്. പക്ഷേ ഇവിടെയൊക്കെ ഈ മാഷുടെ കളിയായിരുന്നു. കളിക്കട്ടെ, ഇതൊക്കെ എവിടം വരെ പോകുന്നറിയാലോ.
അവിടെ അത്രയ്ക്ക് ഈഗോ. ഞങ്ങളുടെ പ്രവർത്തകന്മാർ തന്നെ പറഞ്ഞു, മാഷുമായിട്ട് സംസാരിച്ചപ്പോൾ ഇത്ര ഒരു ലീഗ് വിരോധിയായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, അവിടെ ലീഗ് വിരോധം അയാളെ വല്ലാണ്ട് ഉള്ളിലുണ്ട് എന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് പോലും ഈ മനുഷ്യനിങ്ങനെ ഇവിടെ വന്ന് കളിച്ചു. അതിന് കൂട്ടുനിന്ന് കുറച്ച് ലീഗ് സംഘടന വിരോധികളായ കുറച്ച് പേര്, അവരുടെയൊക്കെ ഓരോ ചലനങ്ങളും ഓരോ സ്റ്റെപ്പും നമ്മളൊക്കെ പറയാനുണ്ട്. പിന്നെ ഹോളിൻ്റെ ഗ്രൗണ്ടിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, പെർമിഷൻ്റെ. ആ പെർമിഷനും റെഡിയാക്കിയത് എൻ്റെ ഇടപെടൽ തന്നെയാണ് 100%. പിന്നെ VIP, നേരത്തെ പറഞ്ഞ പോലെ VIP അതും, അല്ലെങ്കിൽ ഞങ്ങളെന്തിനാ കൊള്ളുക. തങ്ങളും കുഞ്ഞാലി സാഹിബൊക്കെ ഇവിടെ വന്നിട്ട് അതിൻ്റേതായ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ MCC-കാരനാന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നാൽ മതിയോ? ഏതായാലും അൽഹംദുലില്ലാഹ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ഉള്ളിലെ നാടകങ്ങളും നാടകങ്ങളും, പോലീസും മൈക്ക് ഓഫ് ആയതും ഉച്ചക്ക് മൈക്ക് ഓഫ് ആയതൊക്കെ ഇവരുടെ കഴിവുകേട് കൊണ്ടാണ്. അതിൽ ഞാൻ സംഭവമാണെന്ന് പറഞ്ഞൊരുത്തൻ, അതിൻ്റെ ഒരു കൺവീനർ, ഞാനൊരു സംഭവമാണ്, ഞാനത് നോക്കിക്കോളാം, എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഒരു ചുക്കും നടന്നില്ല. അതൊക്കെ MCC ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിനെങ്കിൽ അത് വേണ്ടപ്പെട്ടവരെ ബന്ധപ്പെടുകയൊക്കെ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യായിരുന്നു. പക്ഷേ മൈക്ക് ഓഫായത് ഞാൻ നേരത്തെ വന്നിരുന്നു, പിന്നെ ലേറ്റായിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ ഗിരീഷ് എന്ന ഓഫീസറാണ്, എനിക്ക് നല്ല ബന്ധമുള്ള ആളാണ്, അല്ലെ മേൽഘടകത്തിൽ ഞങ്ങൾക്കൊക്കെ ഇടപെട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നുമില്ല, അവിടെ ഇൻഫ്ലുവൻസിനേക്കാൾ കൂടുതൽ കാശ് കൊടുക്കലാണ്. അതിന് ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവസരം കിട്ടിയാലും ഓഫീസർ പണി കൊടുത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് കഥ.